നോക്കിയ C110 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നോക്കിയ C110 എന്ന സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ നോക്കിയ C110 6.3 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫോൺ 8100 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ HD റെസൊല്യൂഷൻ എന്നുള്ളത് ഓക്കെയാണ്. ഫുൾ HD റെസൊല്യൂഷൻ കൊടുക്കാത്തത് ഒരിക്കലും ഒരു പ്രശ്നമായിട്ട് പറയാൻ പറ്റില്ല. പിന്നെ LCD പാനലാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഫോണിൻ്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ച് കൊടുത്തിട്ടുണ്ട്. പഞ്ചോൾ ഡിസൈൻ ഒന്നും വരുന്നില്ല, പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അതൊരു പ്രശ്നമായിട്ട് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ കൂടിയ റിഫ്രഷ് റേറ്റും ഇതിൽ വരുന്നില്ല. 60 Hz റിഫ്രഷ് റേറ്റേ ഇതിൽ വരുന്നുള്ളൂ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അതും ഓക്കെയാണ്. ഈ ഒരു ഫോണിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 400 nits ആണ്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ബേസിക് ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഈ ഫോണിൽ വരുന്നുള്ളൂ. പക്ഷേ വിലയും അത്രേ വരുന്നുള്ളൂ. 8100 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ഈ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഓക്കെയാണ്. പിന്നെ ഈ ഫോണിൽ ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നില്ല. 8100 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ കൊടുക്കായിരുന്നു, എന്തായാലും ഇതിൽ വരുന്നില്ല. അപ്പം അത് കുറച്ചൊക്കെ നിരാശപ്പെടുത്തി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 172.3 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 8.6 mm ആണ്. ഈ ഫോണിൻ്റെ ഗ്രേ കളർ വേരിയൻ്റാണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഫോണിൻ്റെ ബാക്കിൽ പ്ലാസ്റ്റിക് ബാക്ക് ബോർഡിങ് കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. IP52 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. 8000 രൂപ പ്രൈസ് റേഞ്ചിലൊന്നും പൊതുവേ നമുക്ക് ഒഫീഷ്യലായിട്ടുള്ള ഒരു IP റേറ്റിംഗ് കിട്ടാറില്ല, പക്ഷേ ഈ ഫോണിൽ അത് വരുന്നുണ്ട്. അപ്പം അത് എടുത്തു വരേണ്ട ഒരു കാര്യമാണ്. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ mediatekൻ്റെ helio P22 എന്ന പ്രോസസ്സർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഇത് പഴയൊരു പ്രോസസ്സറാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പം ലോഞ്ച് ചെയ്യുന്നൊരു ഫോണിൽ ഈ ഒരു പ്രോസസ്സർ ഒഴിവാക്കണം എന്നാണ്. എന്തായാലും പഴയൊരു പ്രോസസ്സറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. 8100 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രോസസ്സർ എങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ അത്ര ബെസ്റ്റാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. ജസ്റ്റ് തരക്കേടില്ലാത്ത ആവറേജ് ആയിട്ടുള്ള ഒരു പ്രോസസ്സർ അത്രയേ ഉള്ളൂ. പിന്നെ 5G സപ്പോർട്ടൊന്നും ഇതിൽ വരുന്നില്ല. മാക്സിമം 4G സപ്പോർട്ടാണ് ഈ ഫോണിൽ വരുന്നത്. ഈ ഫോണിൽ 3GB റാമും 32GB ഇൻറ്റേർണലും കൊടുത്തിട്ടുണ്ട്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ടൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട്. സിംഗിൾ സ്പീക്കറാണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അതൊക്കെയാണ്. 3.5 mm ഓഡിയോ ജാക്ക് വരുന്നുണ്ട്. Android 12 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. നോക്കിയയുടെ ഫോണാണ്, അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ടൈമിലൊക്കെ ലോഞ്ച് ചെയ്യുന്ന ഒരു ഫോണിൽ Android 13 സോഫ്റ്റ്വെയർ കൊടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായതിനെ. എന്തായാലും ഇതിൽ Android 12 സോഫ്റ്റ്വെയറേ വരുന്നുള്ളൂ. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ സിംഗിൾ ക്യാമറ ആണ് കൊടുത്തിരിക്കുന്നത്. ഫോണിൻ്റെ പിന്നിൽ 13 MP ഒരു സെൻസർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ 5 MP സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. ഇനി ബാറ്ററിയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 3000 mAh ബാറ്ററി ഇതിൽ വരുന്നുള്ളൂ. അപ്പം ബാറ്ററി കപ്പാസിറ്റി അത്യാവശ്യം കുറവാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അതുമാത്രമല്ല ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇനി ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് 10 വാട്ടിൻ്റെ ചാർജിങ് സ്പീഡെങ്കിലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൊടുക്കായിരുന്നു. ഇതിൽ 5 വാട്ടിൻ്റെ ചാർജ് സപ്പോർട്ട് വരുന്നുള്ളൂ. അത് കുറച്ച് നിരാശപ്പെടുത്തി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കുറഞ്ഞത് ഒരു 10 വാട്ടെങ്കിലും കൊടുക്കായിരുന്നു. Type C ചാർജിംഗ് പോർട്ടാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പം ബാറ്ററി സെറ്റപ്പ് അത്ര മികച്ചതാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പം ഗ്ലോബൽ മാർക്കറ്റിലാണ് ഈ ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഗ്ലോബൽ മാർക്കറ്റിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത് $99 എന്ന പ്രൈസിങ്ങിലാണ്. അതായത് 8100 രൂപ പ്രൈസ് റേഞ്ചിൽ. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ അത്ര മികച്ച ഫീച്ചേഴ്സ് ആണ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഒരു ബാറ്ററി സെറ്റപ്പ് ഇതിൽ കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ പ്രോസസ്സർ അത്ര ബെസ്റ്റ് അല്ല. പിന്നെ ഡിസ്പ്ലേ ഫീച്ചേഴ്സും ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷൻ വലിയ തരക്കേടില്ല എന്ന് പറയാം. പക്ഷേ ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നില്ല എന്നുള്ളൊരു പ്രശ്നവും വരുന്നുണ്ട്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അത്ര മികച്ചൊരു ഫോണായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇനി ഈ ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുമെന്ന് വെച്ചാൽ ചിലപ്പം ഈ ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തേക്കാം. എന്തായാലും അതിനെ പറ്റിയിട്ടുള്ള കൺഫർമേഷൻസ് ഒന്നും ഇപ്പം പുറത്ത് വന്നിട്ടില്ല. അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയുമ്പം അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. എന്തായാലും നോക്കിയ C110 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്ര മികച്ച ഫീച്ചേഴ്സ് ഈ ഫോണിൽ വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്തായാലും ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ചിലപ്പം ഫോണിൻ്റെ വില കുറച്ചും കൂടി കുറഞ്ഞേക്കാം. ചിലപ്പം ഈ ഫോണിൻ്റെ വില ഒരു 7000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് എത്തിയേക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. എന്തായാലും കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ ഒരു എക്സ്പെക്റ്റേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ.